ഇന്ന് ലോക ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ അഹങ്കരിക്കാൻ കഴിയുന്നത് ലിയണൽ മെസ്സിയുടെ ആരാധകർക്ക് തന്നെയാണ്. അയാളാൽ മികച്ചവൻ ഇന്ന് ലോകത്തില്ല എന്നുള്ളത് ഒരു പരമാർത്ഥമായിട്ടുള്ള സത്യമാണ്. 8ഓളം ബാലൺ ഡി ഓർ ഇതിനോടകം മെസ്സി നേടിക്കഴിഞ്ഞു. 36-ാമത്തെ വയസ്സിലും തളരാത്ത പോരാട്ട വീര്യം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു മുതൽ. തൻ്റെ 19-ാമത്തെ വയസ്സിൽ നിന്നും തുടങ്ങിയ തേരോട്ടം അതേ മെയ്വഴക്കത്തോടെ അയാൾ ഇന്നും നിലനിർത്തുന്നുണ്ട്. ലോക ഫുട്ബോളിലെ എല്ലാ നേട്ടങ്ങളും സ്വന്തമാക്കിയ ഒരേ ഒരു പ്ലെയറാണ് ലിയണൽ മെസ്സി. വരും കാല ഫുട്ബോളിന് അയാൾ സമ്മാനിക്കുന്നത് സ്വന്തം ജീവിതം തന്നെയാണ്. ഒരു കാലിനുള്ള രോഗം മുതൽ പിന്നീട് അതേ കാലുകൾ കൊണ്ട് തന്നെ ലോകം കീഴടക്കപ്പെട്ട ഒരു രാജാവാണ് ലിയണൽ ആന്ദ്രിയാസ് മെസ്സി എന്ന് പറയുന്നത്. അയാൾ ചെന്നെത്തിയ പാഠങ്ങൾ പഠിക്കുമ്പോൾ ആർക്കാണ് രോമാഞ്ചം വരാതിരിക്കുക? എല്ലാം നേടിയവനായിട്ടും രാജ്യത്തിന് വേണ്ടി ഒരു കിരീടം അകന്നു നിൽക്കുന്നു എന്ന വിമർശകരുടെ വാക്കുകളെല്ലാം ഖത്തറിൻ്റെ മണ്ണിൽ പറത്തിവിടുമ്പോൾ ലോകം പോലും അയാൾക്ക് മുമ്പിൽ തല കുനിച്ചു നിന്നുപോയ ഒരു നിമിഷമുണ്ടായിരുന്നു. അല്ലെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കുക. 2014 വേൾഡ് കപ്പിൻ്റെ ഫൈനല്, 2015-16 കോപ്പ അമേരിക്കൻ്റെ ഫൈനല്, 2018 വേൾഡ് കപ്പിൽ നാണം കെട്ട തോൽവി. ഇതിലേറെ നാണം കെട്ട ഒരു ടീമില്ല എന്ന് പോലും ലോകം വാഴ്ത്തപ്പെട്ടു. 2019 കോപ്പ അമേരിക്കയിൽ ബ്രസീലിനോട് പരാജയപ്പെട്ടു. എല്ലാം പരാജയപ്പെട്ട് വിമർശനങ്ങൾ മാത്രം കുന്നുകൂടിയിരിക്കുന്ന ഒരു കാലഘട്ടം. പക്ഷേ ദൈവം എഴുതി വച്ചിട്ടുള്ളത് മറ്റൊന്നായിരുന്നു. എല്ലാ നീറുന്ന വേദനകൾക്ക് അവസാനം അയാൾ ലോക ഫുട്ബോൾ വെട്ടിപ്പിടിക്കാൻ ആരംഭിക്കുകയാണ്. കോപ്പയിൽ നിന്നും തുടങ്ങി വേൾഡ് കപ്പിൽ അവസാനിക്കുന്ന ഒരു സിംഹവേട്ട, കൂടെ ബാലൺ ഡി ഓറും ഫിഫ ബെസ്റ്റും അടങ്ങുന്ന വ്യക്തിഗത നേട്ടങ്ങളും. ഇജാതി ഒരു പ്ലെയർ ലോകത്തുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. സിനിമകളിലെല്ലാം പറയുന്നത് പോലെ എൻ്റെ കൺമുമ്പിൽ കാണുന്നതെല്ലാം എനിക്ക് വേണം. ഇതുപോലെയാണ് ലിയണൽ മെസ്സിയുടെ തേരോട്ടം. ലോക ഫുട്ബോളിൽ ഇനി അയാൾക്ക് സ്വന്തമാക്കാനായിട്ട് ഒന്നും തന്നെ ഇല്ല. വരും കാല ജനതയ്ക്ക് അയാളെ ഓർത്തിരിക്കാൻ ഇത് തന്നെ ധാരാളമാണ്. മെസ്സിയുടെ കാലിൽ പന്ത് കിട്ടിക്കഴിഞ്ഞാൽ ഡിഫൻസ് ഒന്ന് കിടുകിടാ വിറച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഒരുപാട് വർഷം മുന്നോട്ട് സഞ്ചരിച്ചു. പക്ഷേ ആ ഒരു കാര്യത്തിന് ഒരു കുറവും കാണുന്നില്ല എന്നുള്ളതാണ് സത്യം. എക്സ്പീരിയൻസ് ആയിട്ടുള്ള സീനിയർ ഡിഫൻസ് മുതൽ ഇന്ന് ഡിഫൻസ് ലൈനുകൾ കാക്കുന്ന യങ് പ്ലേയേഴ്സ് പോലും അയാളെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വാസ്തവമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതായിരുന്നു വേൾഡ് കപ്പിലെ ക്രൊയേഷ്യക്കെതിരെയായിട്ടുള്ള ആ ഒരു മത്സരത്തിൽ നമ്മൾ കണ്ടത്. വെറും 20 വയസ്സ് മാത്രം പ്രായമുള്ള ഗാർഡിയോളിനെ എത്ര മനോഹരമായിട്ടാണ് ആ 36-കാരൻ മറികടക്കുന്നത് എന്ന് ലോകം വീക്ഷിച്ചു കണ്ടു. എന്തിനു പറയണം, ഇന്നും ലിയണൽ മെസ്സിയുടെ കാലിൽ ബോക്സിൻ്റെ വെളിയിലെ പന്ത് കിട്ടിക്കഴിഞ്ഞാൽ, ഒരുപക്ഷെ ഒരു ഫ്രീ കിക്ക് എടുക്കാൻ ഒരുങ്ങി നിന്ന് കഴിഞ്ഞാൽ അയാളുടെ ആ ഇടംകാലിനെ ഭയക്കാത്തവരായിട്ട് ആരും തന്നെ ഇല്ല. ഗോൾ കീപ്പർമാർ മുതൽ കളിയിലുള്ള 11 പേരും ഭയന്നിരിക്കും. ഇനി പുറത്തുള്ള കോച്ചുമാർ പോലും ലിയണൽ മെസ്സിയുടെ കാലിൽ പന്ത് കിട്ടിക്കഴിഞ്ഞാൽ ബോക്സിൻ്റെ വെളിയിൽ നിന്നാണ് എന്നുണ്ടെങ്കിൽ ഒരു നെഞ്ചകം കിടുകിട വറക്കുന്ന ഒരു ശീലമുണ്ട്. ഒരിക്കലൊരു കഥ പറഞ്ഞു തരാം. സിമിയോണി എന്ന് പറയുന്ന ആ ഒരു കോച്ചിൻ്റെ കഥ. സിമിയോണി ഒരിക്കൽ അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ ബാർസലോണ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫെർണാണ്ടോ ടോറസ് ഗോൾ നേടുന്നു. സിമിയോണി സെലിബ്രേഷൻ ആരംഭിക്കുന്നില്ല. ഒരു പക്ഷേ അതിൻ്റെ കാരണം എന്താ എന്ന് ചോദിച്ചാൽ സിമിയോണി പറയുന്നത് ലിയണൽ മെസ്സി വാമപ്പ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് എന്നായിരുന്നു. ഇത് പലയിടത്തും കേട്ടിട്ടുള്ള ഒരു ചരിത്രം തന്നെയായിരിക്കും, അതല്ലെങ്കിൽ ഒരു കഥ തന്നെ, ഒരു റിയാലിറ്റി തന്നെയായിരിക്കും. പക്ഷേ ഇന്നിവിടെ ഇത് പറയാനായിട്ടുള്ള കാരണം അയാളുടെ കാലിൽ പന്ത് കിട്ടിയാൽ കളിക്കളത്തിലുള്ള ആ 11 പേര് മാത്രമല്ല, അവിടെ സൈഡ് ബെഞ്ചിലും മാനേജിംഗ് പൊസിഷനിൽ ഇരിക്കുന്നവർ പോലും ഭയപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ബാലൺ ഡി ഓർ സ്വന്തമാക്കിയ താരമാണ് ലിയണൽ മെസ്സി. ചരിത്ര നേട്ടത്തിലെ ഒരു കലണ്ടർ ഇയറിൽ 91 ഗോളുകൾ നേടിയ ഒരേ ഒരു താരം. ഒരേ സീസണിൽ പ്ലേ മേക്കർ അവാർഡും ബെസ്റ്റ് പ്ലെയറും നേടിയ ഒരേ ഒരു താരം. ഈ 3 കാര്യങ്ങൾ മാത്രം മതി. ഇത് മാത്രം മതി, ധാരാളമാണ് ലിയണൽ മെസ്സി ആരാണെന്ന് കാണിച്ചു കൊടുക്കാൻ. ഈ 3 കാര്യങ്ങൾ എന്നൊരു താരം മറികടക്കുന്നുവോ അന്ന് മെസ്സിക്കൊപ്പം ഉയർത്തപ്പെടാം എന്നുള്ളത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്നിരുന്നാലും അയാൾ ലോക ഫുട്ബോളിൽ നിന്നും വിരമിക്കുന്ന ഒരു നിമിഷമുണ്ട്. അത് ഏതൊരു ആരാധകൻ്റെയും ഏതൊരു പ്ലെയറുടെ ആരാധകനാവട്ടെ അവരെല്ലാം തലകുനിക്കുന്ന ഒരു നിമിഷം തന്നെയായിരിക്കും അത്. കാരണം മൈതാനം വിട്ടുപോകുന്ന ഒരു ഏലിയനെയാണ് അന്ന് ലോക ഫുട്ബോൾ കാണുക.